ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള പുഡിങ്ങിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ നമുക്കിത് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. പുഡിങ് ഉണ്ടാക്കാനായിട്ട് മിക്സിൻ്റെ ജാർക്ക് അത്യാവശ്യം വലുപ്പത്തിലുള്ള ഒരു തേങ്ങ മുഴുവനായിട്ടും ചിരണ്ടിയത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ഏകദേശം 2.5 കപ്പ് തേങ്ങയോളം ഉണ്ടാവും കേട്ടോ. ഇനി ഇതിലേക്ക് 2 കപ്പ് വെള്ളം ഒഴിച്ചെടുത്ത് നന്നായിട്ട് തന്നെ അടിച്ചെടുക്കണം. നന്നായിട്ട് അടിച്ചെടുത്തതിന് ശേഷം ഒരു അരിപ്പയിലൂടെ പുഡിംഗ് ഉണ്ടാക്കിയെടുക്കാനുള്ള പാത്രത്തിലേക്ക് തേങ്ങാപ്പാൽ അരിച്ചെടുക്കുകയാണ്. ഞാനിവിടെ 2 പ്രാവശ്യമായിട്ട് കേട്ടോ അരിച്ചെടുക്കുന്നത്. ചെറിയ അരിപ്പായതുകൊണ്ട് കേട്ടോ 2 പ്രാവശ്യമായിട്ട് അരിച്ചെടുത്തിട്ടുള്ളത്. തേങ്ങാപ്പാൽ മുഴുവനും പുഡിംഗ് ഉണ്ടാക്കിയെടുക്കാനുള്ള പാത്രത്തിലേക്ക് അരിച്ചു മാറ്റിയിട്ടുണ്ട്. ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഒരു പാത്രത്തേക്ക് 1/4 കപ്പ് കോൺഫ്ലവർ ഇട്ട് കൊടുക്കുകയാണ്. ഇതിലേക്ക് 1/4 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കുക. ഒട്ടും കട്ടയില്ലാതെ നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കണം. ഇനി തേങ്ങാപ്പാലിലേക്ക് പുഡിങ്ങിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർക്കുകയാണ്. അപ്പം ഞാനിവിടെ 1/2 കപ്പ് പഞ്ചസാര ഇട്ടോ ചേർത്തത്. മധുരം നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടോ കുറച്ചൊക്കെ ചേർക്കുക. ഇനി ഇത് ഇളക്കി കൊടുത്ത് തേങ്ങാപ്പാൽ നന്നായിട്ട് ഒന്ന് ചൂടാക്കി എടുക്കണം. തേങ്ങാപ്പാൽ നല്ലോണം ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നേരത്തെ നമ്മൾ കലക്കി വെച്ച കോൺഫ്ലവർ ഇല്ലേ, അത് ഇതിലേക്ക് ഒന്നും കൂടെ ഒന്ന് കലക്കിയിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. തീ നല്ലോണം കുറച്ച് വെച്ചിട്ട് വേണം കേട്ടോ അത് ഒഴിച്ചു കൊടുക്കാൻ. ഒഴിച്ചെടുത്ത ഉടനെ തന്നെ ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ കട്ട പിടിക്കും. കുറച്ച് സമയം ഇതുപോലെ ഇളക്കി കൊടുത്തൊന്ന് കുറുക്കിയെടുത്താൽ നമ്മളെ പുഡിങ് ഇവിടെ റെഡിയായി. ഈ ഒരു കട്ടിയിലാട്ടോ ഞാൻ കുറുക്കിയെടുത്തിട്ടുള്ളത്. ഇനി പുഡിങ് സെറ്റ് ചെയ്യാനുള്ള പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പം ഞാനിവിടെ ഗ്ലാസ് ആട്ടോ എടുത്തിട്ടുള്ളത്. നിങ്ങളെ കയ്യിലുള്ള ഏത് പാത്രത്തിലും പുഡിങ് സെറ്റ് ചെയ്തെടുക്കാം. ഞാൻ ഗ്ലാസ്സിൽ മുഴുവനും ഒഴിച്ചു കൊടുക്കണില്ല, ഒരു പകുതി 1/4 ഭാഗത്തോളം ഒഴിച്ചു കൊടുക്കണുള്ളൂ. ഇനി ഇത് നന്നായിട്ട് ചൂടാറിയതിനു ശേഷം ഫ്രിഡ്ജിൽ വെച്ചിട്ട് 2-3 മണിക്കൂർ തണുപ്പിച്ചെടുത്താൽ നമ്മൾ പുഡിങ് ഇവിടെ റെഡിയായി. 3 മണിക്കൂറിന് ശേഷം ഫ്രിഡ്ജിൽ നിന്ന് പുഡിങ് എടുത്തിട്ടുണ്ട്. പുഡിങ് നല്ല തണുത്ത് നല്ല സെറ്റായി വന്നിട്ടുണ്ട്. ഇനി ഈ പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഇത്രയുള്ളൂ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള പുഡിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അധികം ചേരുവകളൊന്നും വേണ്ട, തേങ്ങാപ്പാൽ ഉണ്ടായാൽ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പുഡിങ് ആണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. നിങ്ങൾക്ക് എൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കും കൂടി ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യുക. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും അസ്സലാമു അലൈക്കും.